സച്ചി രേവതി പറയുന്നുണ്ട്, എത്ര നാളായി നല്ലൊരു മീൻ കൂട്ടിയിട്ട്. രേവതി പറയാണ്, ഇപ്പൊ എന്തായാലും മീനൊക്കെ ഇറങ്ങിയല്ലോ, നാളെ സച്ചിയുടെ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വാ, ഞാൻ കറി വെച്ച് തരാം. ആ അന്നേ നീ ഒരു ആടിമാസത്തില് വീട്ടിലേക്ക് പോയത് ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ നീ ഒരു മീൻകറി വെച്ചെന്നില്ലേ, അതിന്റെ രുചി ഇപ്പോഴും എന്റെ നാവിന് പോയിട്ടില്ല. എന്ത് ടേസ്റ്റ് ആയിരുന്നു, ഇന്ന വരെ ഞാൻ അങ്ങനെ മീൻകറി കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയാണ്. രേവതി ചോദിക്കാണ്, അച്ഛമ്മ ഉണ്ടാക്കുന്ന മീൻകറി അതുപോലാണെന്നാണല്ലോ സച്ചിൻ ഇടയ്ക്കിടയ്ക്ക് പറയാറ്. ആ എങ്കിലും നിന്റെ അത്രയും കൈപ്പുണ്യൊന്നുമേ എന്റെ അച്ഛമ്മയ്ക്കില്ല, കള്ള അച്ഛമ്മേനെ വിട്ടുകൊടുക്കാലേന്ന് ചോദിക്കുമ്പം അങ്ങനൊന്നുമില്ല, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറയുമ്പം അതൊക്കെ മനസ്സിലായെന്നും രേവതി പറയുന്നുണ്ട്. എന്തായാലും നാളെ സച്ചിനെ വാങ്ങിച്ചോണ്ട് വാ, ഞാൻ രാവിലെ തന്നെ കറി വെച്ചതിന് ശേഷം പൂ കൊടുക്കാൻ പോയിക്കോളാം. അതൊന്നും വേണ്ട, ഞാനേ വൈകുന്നേരം എങ്ങാനും കൊണ്ടുവരാം. സച്ചിയേട്ടാ രാവിലെ തന്നെ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് തളർന്നിട്ടല്ലേ വൈകുന്നേരം വരുന്നത്, രാവിലെ തൊട്ട് വയ്യോളം പൂവൊക്കെ കൊടുത്ത് ഞാൻ ആകെപ്പാട് ടയേർഡാവും. അതുകൊണ്ട് രാവിലെ ഞാൻ കറി വെച്ച് വെക്കാം, അപ്പോൾ അതിന് എരിയും പുളിയും ഉപ്പും എല്ലാം പിടിച്ച് വൈകിട്ട് നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കും നല്ല സെറ്റായിരിക്കും എന്ന് പറയുമ്പം അത് ശരിയാ, ഞാൻ രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം, നീ വെട്ടാനൊന്നും മെനക്കെടണ്ട, ഞാൻ കടയിൽ പോയിട്ടേ വെട്ടി വാങ്ങിച്ചു വന്നോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് രേവതിയും അവിടെ രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും രേവതി ഓരോരോ ജോലിയായിരിക്കും. സച്ചിയെ പോയി വിളിച്ചുണർത്തി അവളെ മീൻ വാങ്ങിക്കാൻ പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതി വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഫ്രിഡ്ജില് ചിക്കൻ ഇരിപ്പില്ലേ? ഉണ്ട്, മിനിങ്ങാന്ന് അച്ഛൻ വാങ്ങിച്ചത് ചിക്കൻ ഇരിപ്പുണ്ട്. എങ്കിലേ ഇന്ന് ചിക്കൻ കറി വെച്ചാൽ മതി, രാത്രിത്തേക്ക് എനിക്ക് ചിക്കൻ കറി ചപ്പാത്തി മതി എന്ന് പറയാണ്. അപ്പോഴേക്കും വർഷ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ശ്രുതി ചേച്ചി, എന്തെങ്കിലും വേണമെങ്കിലേ ശ്രുതി ചേച്ചിക്ക് കാര്യം ഉണ്ടാക്കിക്കോടെ. രേവതി ചേച്ചി ഇവിടുത്തെ ഓർഡർ എടുക്കുന്ന ആളൊന്നും അല്ലല്ലോ, ഇത് ഹോട്ടലും അല്ല, ചേച്ചി സെർവന്റും അല്ല, അതുകൊണ്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ചേച്ചിനെ ഉണ്ടാക്കി കഴിച്ചണം എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അതിന് ഞാൻ വർഷയോടല്ലോ പറഞ്ഞത്, രേവതിയോടല്ലേ, രേവതിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ വർഷയ്ക്ക് എന്താ കുഴപ്പമെന്ന് ശ്രുതി ചോദിക്കാണ്. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മീനുമായിട്ട് സച്ചി വരുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാണ്. വർഷ പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ, രാവിലെ എണീച്ച് രേവതി ചേച്ചിയാണെങ്കിൽ നല്ല ജോലി തിരക്കില്ല. പണ്ടൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ, പിന്നെയാ എനിക്ക് എൻ്റെ പൊരുളെന്താണെന്ന് മനസ്സിലായത്. ഞാൻ വീട്ടിൽ അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടാ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്. പക്ഷെ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ ഞാനിപ്പോൾ സഹായിക്കാൻ കയറുന്നെങ്കിലും എനിക്കതൊന്നിനെക്കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടാ. പക്ഷെ ശ്രുതി ചേച്ചി വന്നിട്ടാണെങ്കിലോ, രേവതി ചേച്ചിയോട് എനിക്ക് വൈകിട്ട് ചപ്പാത്തി ചിക്കൻ മതിയെന്ന് അധികാരത്തോട് പറയാം, അതിൻ്റെ ആവശ്യമില്ലോ, ഇത് ഹോട്ടലൊന്നും അല്ലല്ലോ, രേവതി ചേച്ചി ആരും അടിമയല്ല, പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്ര പറയാണ്, വർഷമോളെ നിന്നെപ്പോലെ തന്നെ വലിയൊരു കോടീശ്വരിയാ ദാ ഈ നിൽക്കുന്ന ശ്രുതിയും. അത് മാത്രമല്ല രാവിലെ തൊട്ട് വയ്യോളം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ജോലി, അതിൻ്റെ കൂടെ ശ്രുതിയുടെ കമ്പനിയിൽ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കി ടയേർഡായിട്ടാ ശ്രുതി മോള് വരുന്നത്. അപ്പൊ പിന്നെ അവക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അപ്പോഴേക്കും വർഷ പറയാണ്, അല്ല ആന്റിക്ക് ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ, ആന്റിക്ക് ഉണ്ടാക്കി വെച്ചൂടെ, മരുമകൾക്ക് ഇഷ്ടമുള്ളതല്ല. ആന്റിക്കായിട്ട് ഇഷ്ടപ്പെട്ട മരുമകൾ ശ്രുതി ചേച്ചിയാണല്ലോ, അപ്പോൾ ശ്രുതി ചേച്ചിക്ക് ഇഷ്ടമുള്ളതെല്ലാം ആന്റി ഉണ്ടാക്കി വെച്ചാൽ മതി, അതിന് രേവതി ചേച്ചിയെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി കൈയടിച്ചുകൊണ്ട് പറയാണ്, വർഷമോളെ കൊടുകൈ കലക്കി, ഇങ്ങനെ തന്നെ വേണം പെൺകുട്ടികളായാലും, അല്ലാതെ രേവതിയെ പോലെ പഴം വിഴുങ്ങി നിൽക്കരുതെന്നും സച്ചി പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, അല്ലെങ്കിലും എന്തെടുത്താലും നീ വരുമല്ലോ രേവതിക്ക് സപ്പോർട്ടായിട്ട്. വർഷ പറയുന്നുണ്ട്, ഇത് സപ്പോർട്ടൊന്നുമല്ല, കാര്യം പറഞ്ഞതാ, ആന്റിയുടെ മരുമകൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആദ്യം അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. രേവതി ചേച്ചി ഇവിടെ എല്ലാവർക്കും എന്താണ് ഇഷ്ടമുള്ളത് അതല്ലേ ചെയ്യുന്നത്, അത് ചെയ്തോട്ടെ. ചേച്ചിയോട് ചെയ്യരുതെന്ന് പറഞ്ഞാലും എനിക്ക് ജോലി ഇഷ്ടമാണെന്നും പറഞ്ഞല്ലേ ചേച്ചി ചെയ്യുന്നത്, അതുകൊണ്ടാ പിന്നെ ഞാനൊന്നും പറയാത്തെന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, ഇന്ന് എന്തായാലും ഇവിടെ മീൻകറിയെ വെക്കുന്നുള്ളൂ, അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാ, മീൻ കൊണ്ടുവരികയും ചെയ്തു. രേവതി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നീ കറി വെക്ക് കേട്ടോ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനും ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി പറയാണ്, ആന്റി രാത്രിയില് ഞങ്ങൾക്ക് ഫുഡ് വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം, ഞങ്ങളുടെ അതിനുള്ള കാശുണ്ട്, അല്ലാതെ ഇവിടെ പോലെ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരൊന്നും അല്ല ഞങ്ങൾ എന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സച്ചി മറിച്ച് കൈ വെച്ചിട്ട് പറയുന്നുണ്ട്, അതെ അധോഗതിയും പരോഗതിയും ഇല്ലാത്തവരായിരിക്കും ഞങ്ങള് എന്നും വെച്ച് ഞങ്ങൾ നിന്റെ മുമ്പിലൊന്നും കഴിഞ്ഞിട്ടാൻ വരാറില്ല, അതൊക്കെ ചെയ്യുന്നത് നിന്റെ കെട്ടിയോനാ, നിന്റെ അച്ഛനെയൊക്കെ മുമ്പില് ജയിലിലായതിട്ട് പോലും ഒരു സമാധാനം കൊടുക്കാതെ അയാളുടെ നിന്ന് കാശ് വാങ്ങിച്ചവനല്ലേ നിന്റെ കെട്ടിയൻ, അവനെ പോയി വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കുന്നുണ്ട്. ചന്ദ്ര പറയാണ്, രാവിലെ മോള് ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ കെട്ടിയനും കെട്ടിയോളും ഓരോ കാരണം കൊണ്ട് ഇറങ്ങിക്കോളും, പാവം കുട്ടിയെ കൊണ്ട് ആഹാരം പോലും കഴിപ്പിക്കില്ല രണ്ടെണ്ണം എന്ന് പറയുമ്പോഴേ സച്ചി പറയാണ്, അതെ വിശപ്പുണ്ടെങ്കിലേ അവള് കഴിച്ചോളും, അവളെ പോലെ ഒരു ഫ്രോഡ് കഴിച്ചാലെന്ത് കഴിച്ചില്ലെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ്,
നിന്റെ ഭാര്യയോട് കഴിക്കുന്നതിലെ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെങ്കിൽ എന്നെ ശ്രുതിമോള് അവള് വയറ് നിറച്ചിരുന്ന് കഴിക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയാണ്, അങ്ങനെയാണെങ്കിലേ ആന്റി കയറി ഉണ്ടാക്കിക്കോ, ഞാൻ മാറിക്കോളാം. ഞാൻ കഴിക്കുന്നതിലെ ബുദ്ധിമുട്ട് 3 നേരം പുറത്തു കഴിക്കാനും എനിക്കൊരു മടിയില്ല. ഞാനേ അതിനുള്ള അധ്വാനിക്കുന്നുണ്ട്. ആന്റി വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അവിടുന്ന് മിണ്ടാതെ കയറി പോകുന്നുണ്ട്. സച്ചി പറയാണ്, അമ്മ പറഞ്ഞൊന്നും നീ മൈൻഡ് ചെയ്യാനേ പോണ്ട. നീയേ ഈ മീൻ കറി വെക്ക്, നിനക്ക് പൂ വെട്ടാൻ പോകണ്ടതല്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെ സച്ചി മുറിയിലേക്ക് പോവാണ്. രേവതി ആണെങ്കിൽ ഈ മീൻ കഴുകായിരിക്കട്ടോ. അപ്പോഴായിരിക്കും ചന്ദ്രയാണെങ്കിൽ പുറകിൽ കൂടെ വരുന്നത്. അതിലേക്കൂടെ വന്നിട്ട് അവളുടെ കുറച്ച് സാരിയൊക്കെ അയയിൽ വിരിച്ചിട്ടോണ്ടിരിക്കായിരിക്കും. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ മീൻ കഴുകിയ വെള്ളം പുറത്തേക്ക് കളയാനായിട്ട് കൊണ്ടുപോവാണ്. ഈ സമയത്ത് ചന്ദ്ര പുറത്തുനിന്ന് കയറി വരുന്നുണ്ട്. പക്ഷെ പരസ്പരം രണ്ടുപേരും കാണുന്നില്ല കേട്ടോ. നമ്മുടെ രേവതി കൊണ്ടിട്ട് ആ മീൻ വെള്ളം ഇങ്ങനെ എടുത്തൂറ്റുന്നത് നമ്മുടെ ചന്ദ്രയുടെ മുഖത്തേക്കായിരിക്കും. ഇത് ആകെപ്പാടെ ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ രേവതി. ചന്ദ്രയാണെങ്കിലോ ഇയ്യേന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിക്കൂടി വരികയാണ്. എന്ത് പറ്റും ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, ദാ ഈ ഒരുമ്പട്ടോള് കണ്ടോ കാണിച്ചത്, എന്റെ ദേഹത്തേക്കെല്ലാം മീൻവെള്ളം ഒഴുക്കിയെന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, ആന്റി ഇവള് ദേഷ്യം തീർത്തതാ, മുമ്പേ നമ്മൾ പറഞ്ഞുള്ള ദേഷ്യമാ ഇവളിപ്പോ തീർത്തത്. അപ്പോഴേക്കും സച്ചിയോട് രേവതി പറയാണ്, സച്ചിയേട്ടാ ഞാൻ മീൻവെള്ളം കഴുകിയിട്ട് കളയാൻ കൊണ്ടുവരായിരുന്നു. അമ്മ വന്നത് ഞാൻ കണ്ടില്ല. ഞാൻ എടുത്ത് ഊറ്റിയപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടത് എന്ന് രേവതി പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, അല്ല ഇവളെന്നെ കണ്ടു, ഇവള് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയാണ്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ താ നോക്കിയേ, ഞാൻ ഇവിടെ നിൽക്കാണ്, അമ്മ അവിടെ നിന്നാ വന്നത്, ഞാൻ പിന്നെ എങ്ങനെ കാണാനാ, ഞാൻ കണ്ടില്ല സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാണ്, എനിക്കത് മനസ്സിലായി രേവതി, അറിഞ്ഞോണ്ടെന്നാലും നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. രവി പറയാണ്, മോള് വിഷമിക്കണ്ട, മോൾ അങ്ങനൊന്നും ചെയ്യില്ലെന്നേ ഈ അച്ഛനറിയാം, പിന്നെ മോൾ എന്തിനാ വിഷമിക്കുന്നത്, മോള് പോയി കറി വെക്ക്. ചന്ദ്രേ നീ അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാതെ പോയി കുളിക്കാൻ നോക്ക്, എന്തൊരു നാറ്റവാ എന്നും പറഞ്ഞിട്ട് രവി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ശ്രുതി മോളെ അമ്മയ്ക്ക് ആ സോപ്പ് എന്ന് പറയുമ്പോഴേക്ക് ശ്രുതി, അയ്യോ ആന്റി സമയം പോയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും വർഷയും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വന്ന്, ദാ അമ്മേ ഇതാണെങ്കിൽ ബോഡി ഷവർ എന്ന സാധനമാണ്, ഇതും ഒഴിച്ച് 5-6 ഷാമ്പു ഒക്കെ ഇട്ട് അങ്ങ് കഴിയിക്കോ, ആ നാറ്റം അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് സച്ചി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നീ ഒറ്റയൊരുത്തി കാരണമാണ് ഇതെല്ലാം, നീ മനഃപൂർവ്വം ചെയ്തല്ലടി എനിക്കറിയാന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ഒരു മറുപടിയും പറയാതെ അകത്തേക്ക് കയറിപ്പോയിട്ട് മീൻ കറി വെക്കാൻ തുടങ്ങാണ്. ഒന്നും മിണ്ടാൻ പറ്റത്തെ അവസാനം ചന്ദ്രയാണെങ്കിലും പുറത്തുള്ള ബാത്റൂമിൽ പോയിട്ട് ആ സോപ്പും അതുപോലെ തന്നെ ഷാമ്പുവും ഹാൻഡ് വാഷും ബാക്കി മണമുള്ള എല്ലാ സാധനവും ഇട്ട് തേച്ചൊരച്ച് കുളിക്കാൻ കേട്ടോ. അങ്ങനെ കുളിച്ചേച്ച് കയറി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും രവി പറയാണ്, ചന്ദ്രേ നല്ല മണം വരുന്നുണ്ടല്ലോ, എന്ത് സോപ്പായിട്ടേന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ മിണ്ടരുത്, നിങ്ങളും എല്ലാത്തിനും കാരണക്കാരനാ, എന്ത് പറഞ്ഞാലും അവൾക്ക് സപ്പോർട്ടില്ല എല്ലാവരും, ഞാൻ പറഞ്ഞത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, അവൾ മനഃപൂർവ്വം ഒഴിച്ചതാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാണ്, മനഃപൂർവ്വം അവളങ്ങനെ ഒഴിക്കില്ലെന്ന് എനിക്കറിയാമേ, അതുകൊണ്ട് അമ്മ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഇപ്പൊ എന്തായാലും അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ, ദാ നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്ത് വേണം എന്ന് ചോദിക്കാണ്. അമ്മയ്ക്ക് എന്തായാലും ഇവിടെ വേറൊരു പണിയില്ലെന്ന് എനിക്കറിയാം, ഇങ്ങനെ ഒരുങ്ങിയിരുന്നാൽ മതിയല്ലോ, അതുകൊണ്ട് ഒരു നേരം കൊണ്ട് കുളിച്ചൊന്നങ്ങ് കണക്കാക്കിയാൽ മതി, ഇനി പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് സച്ചി കളിയാക്കാണ്. രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും ഓരോരോ ജോലിക്ക് പോവാണ്. അങ്ങനെ രേവതിയും ജോലിക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര പറയാണ്, അഹങ്കാരി കണ്ടില്ലേ അവള് പോണത്, IAS ഉദ്യോഗസ്ഥരല്ലേ അവള് പോണത്, വെറും പൂ കെട്ടിയിട്ട് വഴി നടന്ന് കൊണ്ടു കൊടുക്കാൻ പോവാണ്, എന്നിട്ട് അവളുടെ അഹങ്കാരവോ എന്ന് പറയുമ്പോഴേക്കും രവി പറയാണ്, ചന്ദ്രേ ഞാൻ പലതവണ പറഞ്ഞു ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്, അവളെ പലപ്പോഴും അമ്പലത്തിൽ ചാർത്താനുള്ള മാലയാ കെട്ടാറുള്ളത്, അത്രയ്ക്ക് അനുഗ്രഹമുള്ള ജോലി വേറെ ഏതാ ഉള്ളത്, ആ കേട്ട് ഇഷ്ടപ്പെട്ട ജോലിയാണ് അവള് ചെയ്യുന്നത്, അതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ നാണം കെട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പിന്നെ എന്താ കുഴപ്പമെന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും രവി ചോദിക്കാണ്, അല്ല നിന്റെ അച്ഛൻ്റെ ജോലി എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ആകെപ്പാടെ കൂനിക്കുരുങ്ങി വല്ലത്തൊരു നാണം കെട്ട അവസ്ഥയിൽ നിൽക്കാട്ടോ നമ്മുടെ ചന്ദ്ര. എന്താണ് ജോലി എന്നുള്ളത് നമ്മളോട് പറയുന്നില്ല, എന്തായാലും അത് കേട്ടിട്ട് നാണം കെട്ടവിടെ നിൽക്കാതിരിക്കും നമ്മുടെ ചന്ദ്ര. പിന്നെ മറുപടി ഒന്നും പറയുന്നതില്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. രാത്രിയില് നമ്മുടെ രേവതി ഉണ്ടാക്കിയ മീൻ കറിയും അതുപോലെ തന്നെ ചോറും കുറച്ച് കറികളൊക്കെ രേവതി എല്ലാവർക്കും വിളമ്പി കൊടുക്കാണ്. സച്ചി പറയുന്നുണ്ട്, നീ ഇവിടുന്ന് കഴിക്കെന്ന് പറഞ്ഞിട്ട് അവളെ അടുത്തിരുത്താണ്. ഈ സമയത്ത് ശ്രുതിയോട് കൂടിയിട്ട് അവർക്ക് വേണ്ട ചപ്പാത്തിയും ചില്ലി ചിക്കനും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അതേ ഡെസ്കിൽ തന്നെ വെച്ചിട്ട് അവർ ആ ചപ്പാത്തിയും ചില്ലി ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രേവതി ഉണ്ടാക്കിയ മീൻകറിയുടെ ആ ഒരു ടേസ്റ്റിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി.
ഓ എന്താ ടേസ്റ്റ്, എന്താ പൊളി അച്ഛാ, ഇത്ര ടേസ്റ്റുള്ള മീൻകറി ഞാൻ അടുത്തെങ്ങും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പം സുധി പറയാണ്, എന്റെ രേവതി സോറി എന്റെ സുധി, എന്ത് ടേസ്റ്റുള്ള കറിയല്ലേ ഈ ചിക്കൻ, ഓ എന്തൊരു ടേസ്റ്റ് ചപ്പാത്തിക്കൊക്കെ എന്നും പറഞ്ഞിട്ട് അവനും തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് കുറച്ച് ചിക്കൻ കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ പുഴുവുള്ള കാര്യം കാണുന്നത്. അയ്യോ സുധി ഇത് കണ്ടോ, ദേ ഇതിൽ പുഴുവെന്ന് പറഞ്ഞിട്ട് സുധി ചാടി എഴുന്നേക്കാണ്. അയ്യോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നോക്കുന്നുണ്ട്. ഈ സമയത്ത് മറ്റവരെല്ലാം നോക്കുമ്പം ചിക്കനിലൊക്കെ പുഴുവായിരിക്കും കേട്ടോ. എന്തായാലും മീൻകറി വേണമെന്ന് പറഞ്ഞ് ചിക്കനും ചപ്പാത്തിയും കഴിക്കാൻ പോയതല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് സച്ചി പറയാണ്. ഞാനെന്തായാലും അയാളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി പറയാണ്, എന്തിനാ ശ്രുതി വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നേ, അവരൊക്കെ എവിടുത്തുകാരാന്ന് പോലും അറിയില്ല, ഒരു തട്ടുകട വാങ്ങിച്ചെന്ന് പറയുമ്പോൾ നന്നായി, ഒരു ഹൈജീനിക്കും ഇല്ലാതെ ഒരു ലേബലും ഇല്ലാത്തൊരു കടയിൽ നിന്നൊക്കെ ആദ്യം ആഹാരം വാങ്ങിച്ച് കഴിക്കുമെന്ന് ചോദിക്കുകയാണ് വർഷ. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയേണ്ട വർഷേ, പലരും ഉപജീവന മാർഗമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്, വൃത്തിയോടെയും ശുദ്ധിയോടെയും താൻ ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. എല്ലാവരുടെയും കൂട്ടത്തിലുള്ള പോലെ തന്നെ പേർദോഷം കേൾപ്പിക്കാനായിട്ട് ആരോളം കാണുമല്ലോ, അങ്ങനെയായിരിക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ സോറി സുധി ചേച്ചി രണ്ടുപേരും എന്തായാലും ഒന്ന് ഡോക്ടറെ കാണാൻ നല്ലതായിരിക്കും, ചിലപ്പോൾ ഫുഡ് പോയിസൺ അടിക്കാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള പുഴുവൊക്കെ പിടിക്കുന്ന ചിക്കൻ എന്ന് വെച്ചാലേ കുറച്ച് പഴകിയതായിരിക്കും, അതുകൊണ്ടാണ് പെട്ടെന്ന് അതിൽ പുഴു പിടിക്കുന്നത്, അതുകൊണ്ട് ഫുഡ് പോയിസൺ ഇടാൻ ചാൻസ് ഉണ്ട്, രണ്ടുപേരും ഒന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി അപ്പോൾ തന്നെ കയ്യും കഴുകിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങാണ്. സച്ചി പറയുന്നുണ്ട്, ഇതാ പറഞ്ഞത്, ദൈവം പണ്ടൊക്കെ പിന്നെയായിരുന്നു, ഇപ്പോഴല്ല അപ്പോളാ രാവിലെ നമ്മുടെ രേവതിയോട് അടിയുണ്ടാക്കിയിട്ട് മീൻകറി വേണ്ടെന്ന് പറഞ്ഞ് പോയതല്ലേ, രണ്ടെണ്ണം പോയിക്കൊണ്ട് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിക്കാട്ടോ നമ്മുടെ സച്ചി.